Good afternoon everyone. How are you all of you? Your long leave, isn't it? You are safe in your home itself, I think. This year you all third standard now. Last year you passed your second standard. This year third standard. Can you understand English? Am I telling Malayalam also? Okay, I am trying, okay? സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് തേർഡ് സ്റ്റാൻഡേർഡ്ക്ക് വന്നവരല്ലേ നിങ്ങൾ ഇപ്പോൾ? ഞാനിപ്പോൾ ഐ എം ടേക്കിംഗ് മാത്സ് ടു യു. ലാസ്റ്റ് ഇയർ യു കംപ്ലീറ്റഡ് 1 to 100 digit numbers. 1 2 3 4 5 6 you know all of them. Up to 100 you know. Now this year we are going to study the 100 and above. 100 അതിൻ്റെ മീത്ത ഉള്ളത് പഠിക്കാം കേട്ടോ. I am given notes in online class. I had given 100 plus 1, 100 plus 2, or most of them written 101, 102 like that. Adu ariyalla ellarku 100 plus 1, 101, 100 plus 2, 102. Same like that we will write the in alphabets, okay? 100, 200, 300 like that. How can you write? You know no spellings. 100, 200, 300 like that. 200, 300, same like that. 400, 500, 600, 700, 800, 900, 1000. 1000 means how much? 1000. 100ക്ക് 2 പൂജ്യം വേണ്ടേ? അപ്പോൾ ഇവിടെ 2 പൂജ്യം ഉണ്ട്, 10 ഉണ്ട്. അപ്പോൾ ഇത് 1000 എഴുതുക. 1000 it is equal to 1000. 1000 അല്ലേ? ഒരു 1 എഴുതിയിട്ട് 3 പൂജ്യം ഇട്ടാൽ അത് 1000. മനസ്സിലായല്ലോ? 1000 means equal to 1000. Next we going to here they given some books and written the numbers. ഇവിടെ ബുക്കിൽ നമ്പർ എഴുതിയിട്ട് കൊടുത്തിന്. 109, 110, 109, 110, 110 ആയിട്ട് എത്ര? 11, 112, 113, 14, 15, 16, 17, 18, 19, 119, 120, 121, 122, 123, 124 അത്ര കൊടുത്തിന്. അത് നിങ്ങൾ എഴുതണം. എഴുതാൻ 3 ആൽഫബറ്റ് എഴുതാൻ അറിവല്ല ഇപ്പോൾ? 124 വരെ എഴുതണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how many numbers are there from 421 to 430? 421 430 ഒരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 421 430 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 21, 22, 23, 24, 25, 26, 27, 28, 29, 430. Then 10 numbers. That is 10 numbers have. Same like that 567 to 573. 567 to 573. 567 573. അതിൽ ഇഡ്ലിയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? ഈടെന്ന് ഈടെ വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്?
How much? 67, 67, 68, 69, 70, 71, 72, 73. How much? 7 numbers. Here 7 numbers have. Next one, 890 to 898. 890 to 898. 90 to 98 how much? അത് നിങ്ങൾക്ക് പറയുമ്പോഴേ മനസ്സിലാവും അല്ലേ? How much? 8 numbers. 90, 91, 92, 93, 94, 95, 96, 97, 98. 9 numbers. ഇവിടെ 90 കൂട്ടിയിട്ടാകുമ്പോൾ 9 numbers വന്നു. അതേപോലെ കുറച്ച് നിങ്ങൾ ഇത് നോട്ടിൽ എഴുതണം. സെയിം ലൈക്ക് ദാറ്റ് 125 to 136. 125 to 136. How much? 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36. How much? 12 numbers you will got. How much? We got 12 numbers. Same like that, if they will give 2, then we will add this number also. Our 2 ഒന്ന് കൊടുത്താലോ ഈ നമ്പർ ആഡ് ആക്കിയിട്ട് നമ്മൾ കണക്ക് ചെയ്യണം. അപ്പോൾ എത്ര നമ്പർ എന്ന് കിട്ടുന്നു. നെക്സ്റ്റ് ഒരു ചെയിൻ ഉണ്ട്, വേർഡ് നമ്പർ ചെയിൻ. നമ്പർ ചെയിൻ മീൻസ് 349, 349, 49 എത്ര? 349 ആയിട്ട് 350, then 351. സെയിം ലൈക്ക് ദാറ്റ് അങ്ങനെ പോണം. 351, 352, 353, 54, 355, 356, 357, 58, 59, 60, 361, 362. അത് നിങ്ങൾ നമ്പർ എഴുതിയിട്ട് പഠിച്ചാൽ മതി. Another box, ഇന്നൊരു ബോക്സ് കാണിക്കാം നമ്മ. Fill the box. $828 കൊടുത്തിന്. 828 കഴിഞ്ഞിട്ട് എത്ര വരുന്നത്? 28 ആയിട്ട് 829, 29 ആയിട്ട് 830, 28, 800, 828, 829, 830, 30. അതേപോലെ ഞാനിടാം 268 കൊടുക്കാം. 268 കൊടുത്താലോ അതിന് മുൻപത്തെ നമ്പർ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഒരു നമ്പർ നമ്മൾ മൈനസ് ആക്കണം. 68ന്ന് ഒരു നമ്പർ മൈനസ് ആക്കിയാൽ എത്ര? 8. ലാസ്റ്റ് നമ്പർ എടുത്താൽ മതി. 8ന്ന് ഒരു നമ്പർ എടുക്കണം. 8ന്ന് ഒരു നമ്പർ എടുത്താൽ എത്ര? 7. സോ ഹിയർ 267. അതിന് നെക്സ്റ്റ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 268 ലാസ്റ്റ് നമ്പർ ഒരു നമ്പറിന് ഒരു നമ്പർ കൂട്ടണം. ഇവിടെ ഒരു നമ്പർ മൈനസ് ആക്കിയത് ഇവിടെ ഒരു നമ്പർ കൂട്ടണം. 8 + 1 9, then 269. Next 318, 319. Then how much next one? Anyone think your answer? Okay. After 19, if someone asks how we will give the answer, we will add one number. ഒരു നമ്പർ കൂട്ടണം. 19 ഒരു നമ്പർ കൂട്ടിയാലോ, ഓർ ഇവിടെ 9 ഉണ്ട് ലാസ്റ്റ് നമ്പർ, അതിന് ഒരു നമ്പർ കൂട്ടിയാൽ എത്ര? 9 ഉണ്ടായാലും ഒരു നമ്പർ കൂട്ടിയാൽ 10. ഇവിടെ 311 ഉണ്ടായാലും ഒരു നമ്പർ കൂട്ടിയാലോ 320, 320. നെക്സ്റ്റ് 189, 191. ഇവിടെ എന്താക്കണോ? മിഡിൽ നമ്പർ കൊടുത്തിട്ടില്ല. ഇവിടെ 89 കൊടുത്തിനല്ലോ, ഒരു നമ്പർ അധികമാവാൻ
അല്ല എന്നാലും ഒരു നമ്പർ മൈനസ് ആക്കാം. ഈ നമ്പർ നോക്കിയിട്ട് ഒരു നമ്പർ മൈനസ് ആക്കാം, ഈ നമ്പർക്ക് ഒരു നമ്പർ ആഡ് ആക്കാം, കൂട്ടിക്കാം. അപ്പം ഈ മിഡിൽ നമ്പർ കിട്ടുന്നു. 89 + 1 how much? Or 9 + 1 how much? 10. Here 1 no. 1 means 91. 91 മുമ്പത്തെ നമ്പർ ഏത്? 90 ആയിട്ട് 91 വരുന്ന അല്ലേ? അപ്പൊ ഇവിടെ എത്രയാണ്? 89, 90, 190. Same like that 758. Can I rub this? Understand? No? Then I will give the homeworks. Okay? (758). What is the number? Next number 58. Next number after the 8 number is 9. 759. 59 next. After 59, 760. 760. Then 672 they given. 672. Here, sorry, 63 ila. 673. 73 ഉണ്ട്. അതിന് മുമ്പത്തെ നമ്പർ എത്ര? 3. 3. അതിന് മുമ്പത്തെ നമ്പർ എത്ര? 2. So here 672. Here 673. Here 672. What is the next number? Because here 2, here 3. Then next number is 4. 674. Can you follow me? Can you understand? Nice, good children, no? You can understand. 3rd standard, no, this year. Hope you all enjoyed and listen my teaching. Understand? If you are in the class, you are talking with other children. In your home, you not your classmates, only your housemates have brother or sister like that, isn't it? നിങ്ങളാ ക്ലാസ്സിലായാലും ഉണ്ടാകുന്ന നിങ്ങളാ ക്ലാസ്സിൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാവും. ഇവിടെ വീട്ടിലാരുണ്ട്? അനിയനാ, ഇച്ചാണാ, സിസ്റ്ററാ, ആരെങ്കിലും ഉണ്ടാവും അല്ലേ? ഉമ്മ, ഉപ്പ അങ്ങനെ ഉണ്ടാവും അല്ലേ? എന്നെങ്കിൽ ശ്രദ്ധിച്ചിട്ട് കേൾക്കണം. ടീച്ചർ എന്ത് പറയുന്നുണ്ട്? മാത്സ് ചെറിയ ക്ലാസ്സിൽ ശരിക്ക് കേട്ടാലുണ്ടല്ലോ വലിയ ക്ലാസ്സൊക്കെ പോകുമ്പോൾ ശരിക്കും മനസ്സിലാവും. ചെറിയ ക്ലാസ്സിൽ നമ്മൾ ശരിക്ക് കേൾക്കാതെ ഉണ്ടായാലോ വലിയ ക്ലാസ് പോകുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. ഇപ്പം 3rd ശരിക്ക് പഠിച്ചാലോ നിങ്ങൾക്ക് 4th പോകുമ്പോൾ നല്ല മാത്സ് വരും. ലാസ്റ്റ് ഇതിൽ ഒന്ന് പറയാം. 410. 410. ലാസ്റ്റ് നമ്പർ 10 ആയാലോ 410. അതിന് മുമ്പത്തെ നമ്പർ എത്ര? -1. 409. അതിന് മുമ്പത്തെ നമ്പർ എത്ര? -1. 9 - 1 8. 408. ഇപ്പൊ മനസ്സിലായല്ലോ? ഒരു മുമ്പത്തെ നമ്പർ വേണമായാലോ ഒരു നമ്പർ മൈനസ് ആക്കണം. നെക്സ്റ്റ് നമ്പർ വേണമെന്നുണ്ടായാലോ ഒരു നമ്പർ കൂട്ടിക്കണം, പ്ലസ് ആക്കണം. സ്കൂള് ഡൊണേഷൻ കൊടുത്തിട്ടുണ്ട്, അവരെല്ലാം ഇങ്ങനെ എഴുതിയിട്ട് വെച്ചിന്. അപ്പം നമ്മൾ എങ്ങനെ എഴുതുന്നത്? 775 എങ്ങനെ എഴുതുന്നത്? This one you know, no? How can you write the in the alphabets? 700 and 75. 775. 700 എന്തിന് 100? ഇത് വൺസ് അല്ലേ? 5 വൺസ്, രണ്ടാമത്തേത് ടെൻസ്, മൂന്നാമത്തേത് 100. വൺസ്, ടെൻസ്, 100. സോ ദിസ് ഈസ് 770 ടെൻസ്, 5 വൺസ്. അതേപോലെ ഇത് നമ്മൾ വേറെ വേറെ രീതിയിൽ എഴുതാം. 700 ഉണ്ടായാൽ എത്ര നോട്ട് വേണോ?
ഈ 775 എന്ന് പറയുമ്പോൾ നമ്മൾ 100 നമ്മൾ ഏത് കടയിൽ പോയാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഉമ്മ ഉപ്പനോട് പോകുമ്പോൾ നോട്ട് കൊടുക്കുന്നത് അതെല്ലാം കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പം 700 പറയുമ്പോൾ ഏത് നോട്ടല്ല വേണം? 700 റുപ്പീസ്, 700 റുപ്പീസ്. പിന്നെ ഏത് വേണോ? 710 റുപ്പീസ്. ആടാ 70 ആണ്ടേ, 710 റുപ്പീസ് വേണം. പിന്നെ ഏത് വേണോ? 1 റുപ്പീസ്. 75 ആണ്ടേ, നമ്മൾ 75 പറയുമ്പോൾ 70 കൊടുത്താൽ കേൾക്കുന്നവർ നോ. അപ്പം 200 1 റുപ്പീ കോയിന് 1 റുപ്പീ നോട്ട് കോയിന്. 700 റുപ്പീസ്, 710 റുപ്പീസ്. 700 റുപ്പീസ് എത്രയായി? 700. 710 റുപ്പീസ് എത്രയായി? 10, 20, 30, 40, 50, 60, 70. അപ്പം 770 കിട്ടിയല്ലോ. ഇന്ന് 5 റുപ്പീസ് കിട്ടണ്ടേ? അതിന് 1 റുപ്പായി. 5 1 റുപ്പായി. അപ്പം 775 കിട്ടി. അതേപോലെ നമ്മൾ വേറെ ഇന്നൊരു 2 നോക്കാം. 501 റുപ്പീസ് എന്നുണ്ടാലേ ഇങ്ങനെ എഴുതാം. 501 എഴുതുന്നത് അറിയുമല്ലോ. 500 എന്ന് എത്ര നോട്ടുകൾ വേണം? ഏത് രീതിയിൽ എഴുതാം? 2 വിധത്തിൽ എഴുതണം. ഒന്ന് 500 റുപ്പീസ്, 500 റുപ്പീസ്. ₹500. അപ്പോൾ 5 ആയല്ലേ. 500 മീൻസ് 100, 200, 300, 400, 500 കിട്ടി. ഇന്ന് 1 റുപ്പീ വേണം. അത് എത്രയത്? അത് ഓൺലി 1 റുപ്പീ കോയിൻ. ഇത് എളുപ്പമല്ലേ? ഇത് ഇങ്ങനെ എഴുതാം. ഇന്ന് ഇത് വേറൊരു രീതിയിൽ എങ്ങനെ പറയാ? 400 റുപ്പീസ് നോട്ട്. 400 റുപ്പീസ്. The another type. How can we write 400 റുപ്പീസ്? 400 റുപ്പീസ് പറഞ്ഞാൽ എത്രയായി? 400. ಇಲ್ಲಿ 500 ഇല്ലേ? അപ്പം 100 ബാക്കിയുണ്ട്. ആ 100 എങ്ങനെ എഴുതാ? ഏത് ബാക്കിയിലല്ലേ എഴുതാ? നിങ്ങൾക്ക് അറിയൂ, നല്ല തലയുള്ള കുട്ടികളല്ലേ നിങ്ങൾ. അപ്പം 100 റുപ്പീ എങ്ങനെ നമ്മൾ വേറെ രീതിയിൽ പറയാം? എങ്ങനെ കൊടുക്കാം? 100 റുപ്പീയേ കൊടുക്കണം എന്നുണ്ടാ? കടലിൽ പോയാൽ 50 റുപ്പീ ഉണ്ടാന്ന് ചോദിക്കില്ലേ? അതേ 250 കൊടുത്താൽ പോരെ? 250 റുപ്പീസ് നോട്ട്. 250 റുപ്പീസ്. പിന്നെ ബാക്കിയാന്നില്ലേ? 250 ആയാലും 500 ആയി. 200 ബാക്കിയുണ്ട്. 1 റുപ്പീ അങ്ങനെ കൊടുക്കുക. 1 റുപ്പീ കോയിൻ, 1 റുപ്പീ കോയിൻ. ഇതേപോലെ ഇന്നൊരു നമ്പർ എഴുതാം. എങ്ങനെ മനസ്സിലായി? ഇപ്പം എങ്ങനെയെന്ന്? another one 450. Can you follow me? നോക്കുന്നുണ്ടല്ലോ, ആലോചിക്കുന്നുണ്ടല്ലോ ശരിക്ക്. 450. 450 നമ്മൾ എങ്ങനെ എഴുതാം? 2 രീതിയിൽ എഴുതണം. ഒരു രീതിയിൽ 400 മീൻസ് 400 റുപ്പീ നോട്ട് വേണം. 400 റുപ്പീസ്. 400 റുപ്പീസ് നോട്ട്. ദെൻ 5 റുപ്പീസ്. 5 റുപ്പീസ്. ഇത് 50 ആണ്. അപ്പം എത്ര 50? 50 എങ്ങനെ? 50 റുപ്പീസ്. 50 റുപ്പീസ്. 400 മീൻസ് 400 ആയി. 50 റുപ്പീസ്. 450 ആയല്ലോ. ഇത് ഒരു രീതി. സെക്കൻഡ് രണ്ടാമത്തത് എങ്ങനെ എഴുതണമാ? 400 റുപ്പീസ് ഇന്നൊരു ചേഞ്ച് ആയിട്ട് എങ്ങനെ എഴുതാ? 400ന് 50 റുപ്പീസ് ഉണ്ടായാലും കൊടുക്കാല്ലേ? 400ക്ക് എത്ര 50 വേണോ? 100ക്ക് 250 വേണം അല്ലേ? അപ്പം 250 എത്രയായി? 250
4, 6, 8. 8 50 rupees note. 8 50 rupees note. 8 കഷ്ടം ഉണ്ടായാലും നമ്മൾ 2 ചേഞ്ച് ആക്കാം, 2 ആക്കാം. 200 rupees നോട്ട്, 200 rupees. 200 rupees മീൻസ് 400 2 പോയിന്റിന് 2 ബാക്കിയില്ലേ, ആ 2 ബാക്കിയിൽ നമ്മൾ 4 50 rupees എടുക്കാം അല്ലേ. 4 50 rupees, 4 50 rupees. അപ്പോൾ എത്രയായി? 200 rupees. then 450, 50 plus 50 100, 150, 200. 200 here to 400 over. then 50 rupees ബാക്കി ഉണ്ടല്ലോ. ഏത് 50 rupees എങ്ങനെ എടുക്കാം? ഇവിടെ ഒരു 50 rupees തന്നെ കൊടുത്തിന്, വേറെ ബാക്കി എത്ര എടുക്കണമോ? 4 10 രൂപ എടുക്കാം അല്ലേ. 4 10 rupees നോട്ട്, 4 10 rupees നോട്ട് എത്രയായി? 4 10 rupees 40 ആയി. ഇവിടെ 50 ഉണ്ടല്ലോ, ഇന്ന് 10 rupeesന് 2 5 rupees ആക്കിയിട്ട് എടുക്കാം. 2 5 rupees നോട്ട്, 2 5 rupees. How can we give the money like this? 450ന് എങ്ങനെ കൊടുക്കാം? 200 rupees, 450 rupees, 4 10 rupees നോട്ട്, 2 5 rupees. അപ്പോൾ എത്രയായി? 200 plus 200 400, 4 10 rupees 450, 440, then 2 5 rupees, 40 plus 10 50, 250 ശരിയായി. ഇതേപോലെ നിങ്ങൾ വേറെ വേറെ രീതിയിൽ ആലോചിക്കണം. ഞാൻ പിന്നെ ഹോംവർക്ക് തരാം കേട്ടോ, ക്ലാസ്സിൽ ഹോംവർക്ക് തരാം. നെക്സ്റ്റ് എത്ര നോട്ട് വേണമെന്ന് എഴുതണം നിങ്ങൾ. ഫുള്ളായിട്ട് നമ്മൾ എങ്ങനെ എഴുതാം? ഇപ്പം 899 ഉണ്ടായാലോ, 899 അത് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതണം. ഏതല്ല ഫുൾ 100? 500 500 എടുക്കണം, റൗണ്ട് ഫിഗർ ആയിട്ട് 500. എത്ര ബാക്കിയുണ്ട്? 800ൽ 500, then 300, പിന്നെ എത്ര ബാക്കിയുണ്ട്? 99ൽ റൗണ്ട് ഫിഗർ ആയിട്ട് 50 എടുക്കാം അല്ലേ. 90ന് 50 എടുത്താൽ എത്ര ബാക്കിയുണ്ട്? 40 ബാക്കിയുണ്ട് അല്ലേ. ആ 40ന് എങ്ങനെ നമ്മൾ എഴുതാം? 40ന് 10 plus 10 20 ആയി അല്ലേ. ഇന്ന് ബാക്കി എത്രയുണ്ട്? 9 ബാക്കിയുണ്ട്. 500 300 800 50 plus 60 plus 70. ഇവിടെ എത്രയുണ്ട്? 99. ഇവിടെ 70 ആയത്. അപ്പം 99ന് എത്ര ബാക്കിയുണ്ട്? 99ന് 20 ബാക്കിയുണ്ട് അല്ലേ. 5 50 ഇന്നിടാ ഒരു 20 എടുക്കാം, പിന്നെ 10 ഇല്ലെന്നാലും ഇത് ഒരു 20 എടുക്കണം. 20 plus 20 10. 500 300 800 plus 50 850, 50 plus 20 60 70 80 90. 99 ഇല്ലേടാ, അത് ലാസ്റ്റ് 90ക്ക് എത്ര എടുക്കാം? 8 plus 1 ഫുള്ളാകുമ്പോൾ 899 കിട്ടി. അതേപോലെ നമ്മൾ എല്ലാത്തിനും 500 എടുത്തിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് എഴുതാം. ഇന്നൊരു എക്സാമ്പിൾ കൊടുക്കാം. ഐ വിൽ ഗിവ് അനദർ എക്സാമ്പിൾ. ഓക്കെ, ക്യാൻ യു റൈറ്റ് ദിസ്? If you want, take 100 or 200 page notebook and write on that. Okay, next one 900. 900 means how much? First take 500, next 200, next 100,
How much then? 500 plus 200, 100. എത്രയായി? 500, 700, 800 ആയി. 800 ഇവിടെ കൊടുത്തത് 900 അല്ലേ? 900ക്ക് എത്ര വേണം അതിന്? പിന്നെ 100 വേണ്ടേ? 50 ആയി. എത്രയായി? 500, 700, 800, 800, 50. 850 ആയി. ഇവിടെ എത്ര ബാക്കിയുണ്ട്? 900. ഇന്ന് 50 ബാക്കിയുണ്ട്. ഈ 50ന് വേണമെങ്കിൽ 50 എഴുതാം, ഇല്ലെന്നാലും ഇന്ന് ചെറുതായിട്ട് എഴുതാം. ഓക്കെ, 900 ആയി. ഇതേപോലെ ഇന്ന് എഴുതണം. നെക്സ്റ്റ് ലാസ്റ്റ് അനദർ വൺ, അറേഞ്ച് ഇൻ അബാക്കസ്. നിങ്ങൾക്കറിയോ അബാക്കസ്? നൈസ് ഡിസൈൻ ഉണ്ട്. അതിൽ നമ്മൾ ഈ നമ്പറിന് ആഡ് ആക്കണം. 214 എന്നുണ്ടായാലോ? 214 ഇങ്ങനത്തെ പിക്ചർ. ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കോ. ഫസ്റ്റ് 200, വൺസ്, ടെൻസ്, 100. 3 സ്ഥാനം ഉണ്ട്, അറിവല്ലേ? വൺസ്, ടെൻസ്, 100. അതിന് 3 ലൈൻ ഇങ്ങനെ ഉണ്ട്. അബാക്കസിൽ ഇങ്ങനെ ഉണ്ടായാൽ ഫസ്റ്റ് വന്ന് ഈടെ ഫസ്റ്റ് ലൈൻ എടുക്കണം. ഈടെന്നല്ല, ഈ സൈഡിൽ നിന്ന് ഫസ്റ്റ് വൺ എടുക്കണം. 4 ഉണ്ട് ആടാ. നമ്മ 4 0 ഇടണം. ഇങ്ങനെ 2, 3, 4. ദെൻ വൺസ്, ടെൻസ്. ടെൻസിന്റെ സ്ഥാനത്തിൽ എത്രയുണ്ട്? 1. ഹൺഡ്രഡ്സ് ഇവിടെ എത്രയുണ്ട്? 200. അപ്പം ഇവിടെ 2 ഇടണം. നമുക്ക് ചിത്രം നോക്കുമ്പോഴേ മനസ്സിലാണ്. ഇവിടെ വൺസിന്റെ സ്ഥലത്തിൽ ഈടെന്ന് നോക്കണ്ട. ഇത് വൺസ്, ടെൻസ്, 100 എന്നാക്കിയാൽ പോയി. ഈടെന്ന് എടുക്കണം. വൺസ്, ടെൻസ്, 100. 1, 2, 3, 4. ഇവിടെ 4 ഉണ്ട്. ടെൻസിന്റെ സ്ഥാനത്തിൽ 1 ഉണ്ട്. 100ത്തെ സ്ഥാനത്തിൽ 2 ഉണ്ട്. അപ്പൊ 214. അതേപോലെ ഇന്നൊരു ചെറിയ എക്സാമ്പിൾ കൊടുക്കാം. 305. അപ്പൊ എങ്ങനെ? 3 ലൈനിൽ ഫസ്റ്റ് വൺസിന്റെ സ്ഥാനത്തിൽ എത്രയുണ്ട്? 5. നമ്മ 5 ഇങ്ങനെ 0 ഇടണം. ടെൻസിന്റെ സ്ഥാനത്തിൽ എത്രയുണ്ട്? 0 അല്ലേ? അപ്പൊ നമ്മ 1 ഇടുന്നു വേണ്ട. ഇവിടെ ഇട്ടാൽ അത് 1 കണക്കാവോ? 1 ഇടുന്നു വേണ്ട. തേർഡ് 100ന്റെ സ്ഥാനത്തിൽ 3 ഉണ്ട്. അതിൽ നമ്മ 3 0 ഇട്ടാൽ മതി. 1, 2, 3. അപ്പൊ എത്രയായി? വൺസ്, ടെൻസ്, 100, 305. 305. 1, 2, 3, 4, 5. മനസ്സിലായല്ലേ? ഇപ്പൊ എളുപ്പത്തിൽ കിട്ടുന്ന മാർക്കാണ് ഈ മാത്സ്. ഇത് അബാക്കസ് പറഞ്ഞത്. ഇത് പിന്നെ ഞാൻ ഹോംവർക്കെല്ലാം കൊടുക്കാം. ഓക്കെ, റൈറ്റ് ഇൻ യുവർ നോട്ട് ബുക്ക് ദിസ് വൺ ആൾസോ. ഓക്കെ.